നമസ്കാരമുണ്ടേ. വി.ഡി. സതീശൻ സാറിൻ്റെ ഹെലികോപ്റ്റർ വിവാദം ആ വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി കിട്ടി. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതാരും ആധികാരികമായിട്ടൊന്നും എടുക്കരുതേ. ഈ ചുമ്മാ ജസ്റ്റ് ഒരു ആക്ഷേപഹാസ്യം പോലെയോ പിന്നെ എൻ്റെ പേര് ചാക്യാർ കൂത്ത് പോലെയോ അങ്ങനെയൊക്കെ എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട ഒരു പരദൂഷണം പോലെ കൂട്ടിയേച്ചാൽ മതി. ആധികാരികമായിട്ട് മാത്രം എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ എഴുതി വെച്ച കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ടേ ഈ സംഭവം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. അതായത് വി.ഡി. സതീശൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നിക്ഷേപകർ കൊച്ചിയിലെത്തുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് രാത്രി മീറ്റ് ചെയ്യാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പം സതീശൻ സാറ് അതിനനുസരിച്ച് വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഇവർ വന്നിട്ട് ഇവർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന പോലെ ഞങ്ങൾക്ക് വൈകിട്ട് ഡൽഹിക്ക് പോകണം, അപ്പോൾ സാറൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നേരത്തെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് സാർ എന്ത് ചെയ്യാനായിട്ടാ, സാറ് ഹെലികോപ്റ്റർ കയറി പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥയുടെ പ്രശ്നം, ഇറങ്ങാൻ സാധിച്ചില്ല. നേരെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അവിടെ ചെന്ന് കൊച്ചിയിൽ ചെന്ന് ഇറങ്ങുന്നു. അവരുമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇതല്ലേ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ വിവാദം. ഇതിനകത്ത് ഇപ്പോൾ എന്താ പ്രശ്നം? വ്യവസായ സംരംഭങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ, കുറവാണല്ലോ, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് നിക്ഷേപകർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി കാണണ്ടേ? ആവശ്യം നമ്മുടേതല്ലേ? പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പ്രശ്നം പറയുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറയുകയാണ്, ഇത് പരദൂഷണം എന്നുള്ള നിലയ്ക്ക് മാത്രം എടുക്കാവുള്ളേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അങ്ങ് സീരിയസ് ആയി പോകും. അപ്പം ഒന്നുകൂടെ പറയുകയാണ്, പരദൂഷണം എന്നുള്ള നിലയ്ക്ക് എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണാൻ വരുന്നത്, ഈ നിക്ഷേപകർ കാണാൻ വരുന്നത് ആരെയാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇവർ ഉറപ്പായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇവരുടെ അപ്പോയിൻമെൻറ്റിനനുസരിച്ച് മാത്രമല്ലേ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇവർ വന്നിട്ട് ഞങ്ങൾ പോകും, അതെ പെട്ടെന്ന് വരുന്നെങ്കിൽ വാ, അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് വേറെ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ കാണുമല്ലേ? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞാൽ അങ്ങനെ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കണം, വീഡിയോ കോൺഫറൻസ് വഴി ഈ മീറ്റിംഗ് അങ്ങ് അറ്റൻഡ് ചെയ്തേക്കണം. അതിനെ ചെയ്യാൻ പറ്റില്ലായിരുന്നോ? ഇതൊരു നല്ല ചോദ്യമാണോ പരദൂഷണമാണോ എന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ച കാര്യങ്ങൾ പറയാമേ. ഇതൊക്കെ വെറും സംശയങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാത്രം എടുത്തേച്ചാൽ മതിയേ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കാണല്ലോ യാത്ര. തിരുവനന്തപുരം ടു കൊച്ചി 195 കിലോമീറ്റർ ഏകദേശം. പിന്നെ ഈ കിലോമീറ്റർ കണക്ക് കൂട്ടുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എവിടുന്നാണ് കൊച്ചിയിൽ എവിടെയാണ് ചെന്നിറങ്ങിയെന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ വ്യത്യാസം വരാം. ഏകദേശമാണ് ഇതൊക്കെ ഗൂഗിളിനകത്തുനിന്ന് എടുത്ത കണക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം. അപ്പം ആദ്യം പറഞ്ഞ പോലെ വലിയ ആധികാരികമായിട്ടുള്ള രീതിയിലൊന്നും എടുക്കരുത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 195 കിലോമീറ്റർ നമുക്കങ്ങ് ചുമ്മാ അങ്ങ് കൂട്ടാം. അപ്പോൾ 9:30 പുറപ്പെട്ടു ഹെലികോപ്റ്ററിൽ. 90 മിനിറ്റ് പറന്നു. 90 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ പറന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥയുടെ പ്രശ്നം, നേരെ തിരിച്ചു പോകുന്നു. പിന്നെ അപ്പോൾ പുറപ്പെട്ടത് 12:30-ക്കാണ്. 12:30-ക്ക് പുറപ്പെട്ടിട്ട് കൊച്ചിയിൽ 2 മണിക്ക് ഇറങ്ങി. അതും അപ്പം 1.5 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ പറന്ന സമയം എന്ന് പറഞ്ഞാൽ 1.5 + 1.5 3 മണിക്കൂർ പറന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നല്ലോ. അതായത് ആദ്യം പോയിട്ട് തിരിച്ചു വന്നു, പിന്നീട് പോയത് 12:30-ക്ക്. അപ്പോൾ അത് ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂറാണ്. അപ്പോൾ മുമ്പത്തെ 3 മണിക്കൂർ പ്ലസ് 1.5, അപ്പം മൊത്തം 4.5 മണിക്കൂർ. പിന്നെ വീണ്ടും കുറച്ച് സമയം കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ പോർച്ച് കിടക്കുന്ന കാർ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ചുമ്മാ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമല്ലോ. ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പറക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് വീണ്ടും കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതായത് നോർമലായിട്ടുള്ള നടപടിക്രമങ്ങളാണെങ്കിൽ ഒരു 30 തൊട്ട് 50 മിനിറ്റോളമൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ VIP കളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 45-60 മിനിറ്റോളം പോകും. അടിയന്തര ഘട്ടങ്ങളിലാണെങ്കിൽ 30 മിനിറ്റ് മതി. അതായത് 30 മിനിറ്റ് മുമ്പേ ഇതിൻ്റെ പ്രൊസീജിയറും മറ്റുമൊക്കെ തുടങ്ങണം ഹെലികോപ്റ്റർ പറക്കുന്നതിന് മുമ്പ്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വെതർ ബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ കാര്യം നോക്കണം, പറക്കാൻ പറ്റിയ സാഹചര്യമാണോ അതും മറ്റുമൊക്കെ നോക്കണം. പിന്നെ ഫ്ലൈറ്റ് പ്ലാൻ, ATS ക്ലിയറൻസ് എന്ന് പറയും, അതായത് എയർ ട്രാഫിക് കൺട്രോൾ, അവരുമായിട്ട് ക്ലിയറൻസ് എടുക്കണം. പിന്നെ ക്രൂഡിൻ്റെ ബ്രീത്ത് അനലൈസർ അറിയാലോ, ഊതിക്കുന്ന പരിപാടി, അതൊക്കെ നോക്കണം. പിന്നെ സെക്യൂരിറ്റി, VIP ആകുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നോക്കും. അപ്പോൾ ഇത്രയും നടപടിക്രമങ്ങളും മറ്റും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത്. അപ്പോൾ ആ സമയം കൂടെ നമ്മളവിടെ കൂട്ടണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 30 മിനിറ്റ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ മുമ്പത്തെ ആ 4.5 മണിക്കൂർ പ്ലസ് 30 മിനിറ്റ്, അപ്പം ടോട്ടൽ ഒരു 5 മണിക്കൂർ നമുക്കങ്ങ് കൂട്ടാം. അപ്പോൾ 5 മണിക്കൂറോളം ഈ പറക്കലിനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇദ്ദേഹം ഹെലികോപ്റ്ററിന് പകരമായിട്ട് റോഡ് ഉപയോഗിക്കുമായിരുന്നെങ്കിലോ എത്ര നേരം കൊണ്ട് അവിടെ എത്താൻ പറ്റും? സാധാരണ അങ്ങനെയാണല്ലോ മന്ത്രിമാരെല്ലാം പോകാറ്. അപ്പോൾ ബൈ റോഡാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്ക് കുറവുള്ള സമയങ്ങളിലാണെങ്കിൽ 3.5 തൊട്ട് 4.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഏകദേശ സമയമാണ്. നോർമൽ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ 4.5 തൊട്ട് 5.5 മണിക്കൂർ കൊണ്ട് എത്തും. തിരക്കുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5.5 തൊട്ട് 6.5. മുഖ്യമന്ത്രി ആയതുകൊണ്ട് നമുക്കൊരു 4.5 തൊട്ട് 5.5 മണിക്കൂറിന് കൂട്ടാം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ യാത്രയുടെ കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മണിക്കൂറിനാണല്ലോ നമ്മൾ കണക്ക് കൂട്ടിയെടുത്തത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 4.5 തൊട്ട് 5.5 മണിക്കൂർ, ഒരു 5 മണിക്കൂറിന് അവിടെയും വേണമെങ്കിൽ കൂട്ടാം. പിന്നെ ഇവിടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ നിക്ഷേപകരെ അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നേരത്തെ വിളിച്ച് പറയുമല്ലോ. നേരത്തെ വിളിച്ച് പറഞ്ഞാലല്ലേ ഉള്ളൂ ഈ ഹെലികോപ്റ്ററുകാരനെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പറക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ട്രെയിനിൽ പോകുന്ന കാര്യം കൂടെ ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. അദ്ദേഹം എന്തായാലും നേരത്തെ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ക്യാൻസലായി പോയി, അതിൻ്റെ കുറച്ച് ചില്ലറ ആ വഴി പോയി, ആ സാരിയില്ല പോട്ടെ.
അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ സമയം നോക്കി കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 3.5 തൊട്ട് 4.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. വന്ദേ ഭാരത് ആണെങ്കിൽ 2.5 തൊട്ട് 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അപ്പോൾ ഈ സമയത്ത് ഇപ്പം സതീശൻ സാർ പോയ ആ സമയത്ത് രാവിലെ 9:30 എന്നാണ് പറഞ്ഞത്. 9:30 തൊട്ട് വൈകുന്നേരം അവിടെ എത്തണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഏതൊക്കെ ട്രെയിൻ ഉണ്ടെന്നും കൂടെ ഒന്ന് നോക്കിയാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് മിസ്റ്റേക്ക് വരാൻ കേട്ടോ. ഇത് വരദോഷമാണല്ലോ, അപ്പോൾ നമുക്ക് എന്തും പറയാം. അപ്പം നേത്രാവതി എക്സ്പ്രസ് 9:15 പറഞ്ഞത്. അപ്പോൾ 9:15 അത് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:10 അവിടെ ചെല്ലും. അതായത് 3 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. പിന്നെ ഒരെണ്ണമുള്ളത് KP പൂനെ എക്സ്പ്രസ്. KP എന്ന് തന്നെയാണ് വായിക്കുന്നത്. എനിക്ക് ഈ ട്രെയിനെ കുറിച്ചൊന്നും വലിയ നിശ്ചയമില്ല കേട്ടോ. അപ്പോൾ പൂനെ എക്സ്പ്രസ് അതുള്ളത് 10:40 പുറപ്പെട്ട് കഴിഞ്ഞാൽ 3:05 അവിടെ ചെല്ലും. അതിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 25 മിനിറ്റ്. പിന്നെ ഉള്ളത് കേരള എക്സ്പ്രസ്. അത് വൈകുന്നേരമാണ്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ 12:30 പുറപ്പെട്ടത് ഹെലികോപ്റ്ററിൽ. അത് 12:15 പോയി കഴിഞ്ഞാൽ 4:30 അവിടെ ചെല്ലും. 4:05 അവിടെ ചെല്ലും. അപ്പം 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് കേരള എക്സ്പ്രസും അവിടെ ചെല്ലും. ഇനി എനിക്കുണ്ടായ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ് ആണ്. ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാർക്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവസാന സമയത്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടും. നമ്മളെപ്പോലെ സാധാരണക്കാരല്ലല്ലോ. അവസാന സമയത്താണെന്ന് പറഞ്ഞാൽ സംഭവം റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പരദൂഷണ സംശയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ വിവാദ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യാപിതാവിനെ കാണാൻ പോയതാണല്ലോ. അതത്ര വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യത്തിന് കൊച്ചി ചെന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഭാര്യാപിതാവ് ഇന്ന പോലെ ഇവിടെ ആശുപത്രിയിലുണ്ടല്ലോ എന്നോർത്ത്. ആശുപത്രിയിലല്ലേ? ആശുപത്രിയിലുണ്ടല്ലോ എന്ന് ഓർത്ത്. എന്നാൽ ജസ്റ്റ് ഒന്ന് അവിടെ വരെ കയറി, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഹെലികോപ്റ്റർ എടുത്താണല്ലോ മറ്റൊരു പ്രശ്നം. ഇത് അത്ര വിവാദമാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ വരെ മറ്റേ ഇതിന് എഗ്രിമെന്റ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എടുത്ത് കീറിക്കളയാൻ പറ്റുമോ? എഗ്രിമെന്റും പറ്റുമൊക്കെ അത് പറ്റത്തില്ല. പിന്നെ ഹെലികോപ്റ്റർ പറഞ്ഞാൽ അത് ഉപയോഗിക്കണം, മനസ്സിലായോ? അപ്പോൾ നമ്മൾ വാഹനങ്ങളാണെന്ന് പറഞ്ഞാലും ഇലക്ട്രോണിക് സാധനങ്ങളാണെന്ന് പറഞ്ഞാലും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കേടായിപ്പോവും, തുരുമ്പിച്ചു പോകും. വാഹനങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ ഗീറ വീഴത്തില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വാഹനങ്ങളാണല്ലോ ഉപയോഗിക്കണം, ഇലക്ട്രോണിക് സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണം, അറിയാമല്ലോ. അപ്പോൾ അത് എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? അപ്പോൾ അതങ്ങ് വിട്ടേക്ക്. എന്നാലും അവസാനം വീണ്ടും ഒരു സംശയം കിടക്കും. അതായത് ഈ നിക്ഷേപകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞത് എന്താ, അത് നിങ്ങളോട് പറയാൻ പറ്റുകയില്ല, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാടെ പ്രശ്നമാവും, പിന്നെ അവരും ആ വഴിക്ക് പോകും എന്നല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അതായത് പത്രക്കാരോട് ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കുളമാക്കും എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ടാറ്റ വരാൻ പോകുന്നോ അങ്ങനെയാണ്ടോ പറഞ്ഞല്ലോ. അപ്പോൾ ടാറ്റയുടെ കാര്യം പിന്നെ എന്തിനാണ് പറഞ്ഞത്? ഇതൊക്കെയാണ് ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് വൈ ഒന്നുകൂടെ പറയുന്നു, ഇതൊരു പരദൂഷണം എന്നുള്ള നിലയ്ക്ക് മാത്രം എടുത്താൽ മതി, ആരും സീരിയസ് ആക്കരുതേ. അപ്പോൾ ശരി, ബൈ, ടാറ്റ.